ഹലോ എവരിവൺ, വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മുടെ റെയിൽവേയുടെ RRB ഗ്രൂപ്പ് ഡിയുടെ റിവിഷൻ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബില്. അപ്പൊ എല്ലാവരും അത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ മാത്സിന്റെ ഒരു സെക്ഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പെർസെന്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ആണ്. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് പോവാം. RRB ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് സ്റ്റാർട്ടിങ്. The ratio of 9 raised to 3.5 is to 3 raised to 5 is the same as. അപ്പൊ 9 raised to 3.5 ഉം 3 raised to 5 അതിന്റെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള റേഷ്യോ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ റേഷ്യോ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് റേഷ്യോ എഴുതാനാണ് ചോദിക്കുന്നത്. 9ഉം 3ഉം നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റണം അല്ലെ? 9ഉം 3ഉം കിടന്നാൽ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 9 പകരം നമുക്ക് 3 സ്ക്വയർ എന്ന് കൊടുക്കാം. അതില്ലെങ്കിൽ ഇതിക്ക് 3ക്ക് പകരം 9^1/2 കൊടുത്തും ഈ പ്രോബ്ലം ചെയ്യാം. സോ ഞാൻ തൽക്കാലം 9ന് പകരം 3 സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. അപ്പൊ 9ന് പകരം ഞാൻ 3 സ്ക്വയർ കൊടുക്കുവാണ്. 3 സ്ക്വയർ ദ ഹോൾ റേസ് ടു 3.5 ഈസ് ടു 3 റേസ് ടു 5 എന്ന് വരും. ഇനി നിങ്ങൾക്ക് അറിയാലോ a റേസ് ടു m ദ ഹോൾ റേസ് ടു n ഇസ് ഈക്വൽ ടു a റേസ് ടു m ഇൻടു n. രണ്ട് പവറുകൾ ഇങ്ങനെ വന്ന് കടന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. 3 സ്ക്വയർ ദ ഹോൾ റേസ് ടു 3.5. അപ്പൊ 2ഉം 3.5 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 3.5 ഇൻടു 2 എന്താണ്? 7 ആണ്. സോ നമുക്ക് 3 റേസ് ടു 7 ഈസ് ടു 3 റേസ് ടു 5 എന്ന് വരും. ഇനി കോമൺ ഉള്ളതെല്ലാം കട്ട് ചെയ്യണം. ഇവിടെ 7 ടൈംസ് 3 ഉണ്ട്, ഇവിടെ 5 ടൈംസ് 3 ഉള്ളൂ. 7 ടൈംസ് 3 5 ടൈംസ് 3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 3 2 ടൈംസ് ഉണ്ട്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ 3 റേസ് ടു 5 ഇൻറ്റു 3 സ്ക്വയറിന് എഴുതാം. കാരണം 5 + 2 ആണ് നമ്മുടെ ഈ 7. ബാക്കി ഇവിടെ നമുക്ക് അങ്ങനൊന്നും എഴുതാൻ 3 റേസ് ടു 5 എന്ന് എഴുതാം. 3 റേസ് ടു 5 രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് പോകുമ്പോൾ 3 സ്ക്വയർ ഈസ് ടു 1 വരും. ദാറ്റ് ഈസ് 9 ഈസ് ടു 1. ആൻസർ ഓപ്ഷൻ ഡി 9 ഈസ് ടു 1. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ടല്ലോ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഇത് റിവിഷൻ ആണ്. അപ്പൊ കൂടുതൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സീരീസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. മാക്സിമം PYQs ഡിസ്കസ് ചെയ്ത് പോകാനാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഒത്തിരി യൂസ് ആവും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അതുപോലെ നമ്മുടെ ഓൺലൈൻ, നമ്മുടെ ദിശയുടെ ഓൺലൈൻ ആപ്പ് വഴി നമ്മൾ ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പൊ ജോയിൻ ചെയ്ത് പഠിക്കണം എന്നുള്ളവർക്ക് ഓൺലൈൻ ജോയിൻ ചെയ്യാം കേട്ടോ. അക്കാഡമിയിൽ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ചെയ്ത് നോക്കി. ദ റേഷ്യോ ഓഫ് കമൽസ് ടു കിരൺസ് ഏജ്. ഏജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോ ഓഫ് കമൽസ് ടു കിരൺസ് ഏജ്. കമലിന്റെയും കിരണിന്റെയും ഏജിന്റെ റേഷ്യോ. കമലിന്റെയും കിരണിന്റെയും ഏജിന്റെ റേഷ്യോ 4:5 ആണ് അല്ലെ? കമലിന്റെയും കിരണിന്റെയും ഏജിന്റെ റേഷ്യോ 4:5 ആണ്. കമലിന് 4 ആണെങ്കിൽ കിരണിന് 5 ആണ്. 40 ആണെങ്കിൽ 50 ആണ്. മനസ്സിലായോ? അതാണ് റേഷ്യോയുടെ കോൺസെപ്റ്റ്. കമൽ വിൽ ബി 30 years old after 6 years. 6 വർഷം കഴിയുമ്പോൾ കമലിന്റെ വയസ്സ് എത്രയാണെന്നാ പറഞ്ഞേക്കുന്നത്? 30 വയസ്സുണ്ട് അല്ലെ? കമലിന് 6 വർഷം കഴിയുമ്പോൾ 30 വയസ്സെങ്കിൽ ഇപ്പൊ എത്ര വയസ്സുണ്ടോ? 6 വർഷം കഴിഞ്ഞിട്ടല്ലേ 30. അപ്പൊ 6 വർഷങ്ങൾക്ക് മുമ്പ്, ഇത് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 24 വയസ്സുണ്ട്. അപ്പൊ കമലിന്റെ ഇപ്പോഴുള്ള വയസ്സ് 24 ആണ്. 4ന്റെ ഒറിജിനൽ കിട്ടി 24 ആണ്. ഇപ്പോ ഉള്ള വയസ്സിന്റെ റേഷ്യോ ആണ് നമ്മൾ എടുത്ത് എഴുതി വെച്ചേക്കുന്നത്. പ്രസന്റ് ഏജിന്റെ റേഷ്യോ 4:5 4 ആണ് 24. സോ 5 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ ഇൻറ്റു 6 ആണ്. സോ ഇവിടെയും ഇൻറ്റു 6 ചെയ്താൽ മതി. സോ ആൻസർ എത്ര വരും? 30 വരും. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The ratio of sum of two numbers and the difference is 8:3. The ratio of the greater number to the smaller number. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആൻസർ പറഞ്ഞു നോക്കേ. ഓപ്ഷൻസ് ഉണ്ട്. 5:11, 11:5, 12:7, 7:12. The ratio of sum of two numbers and the difference is 8:3. രണ്ട് നമ്പേഴ്സിന്റെ സമ്മും ഡിഫറൻസും തമ്മിലുള്ള റേഷ്യോ എന്താണെന്ന് പറയുന്നുണ്ട്? 8:3 ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റർ നമ്പറും സ്മോളർ നമ്പറും തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഗ്രേറ്റർ നമ്പറും സ്മോളർ നമ്പറും തമ്മിലുള്ള റേഷ്യോ ചോദിക്കുമ്പോൾ, ഗ്രേറ്ററും സ്മോളറും തമ്മിലുള്ള റേഷ്യോ ചോദിക്കുമ്പോൾ 5:11 വരാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? 11:5 വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ 5:11 വരാൻ ചാൻസ് ഉണ്ടോ? അതുപോലെ 12:7ഉം 7:12. ഓപ്ഷൻ ഡിയും ക്യാൻസൽ ചെയ്യാം അല്ലെ? വലിയ നമ്പറും ചെറിയ നമ്പറും തമ്മിലുള്ള റേഷ്യോ ചോദിക്കുമ്പോൾ വലിയ നമ്പറും ചെറിയ നമ്പറും തന്നെ വരണേ.
അപ്പൊ ഇത് സ്മോളറും ഇത് ലാർജറുമാണ്, ഇതും സ്മോൾ നമ്പർ ആണ്, ഇത് ലാർജ് നമ്പർ ആണ്. സോ ആ രണ്ട് ഓപ്ഷൻ ആദ്യം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അതായത് അബദ്ധത്തിൽ പോലും ആ ഓപ്ഷൻ എഴുതരുത് കേട്ടോ, അതിന് വേണ്ടിയിട്ട് അതിനെ ആദ്യമേ കട്ട് ചെയ്ത് കളഞ്ഞു. സോ നമുക്കിനി പ്രോബ്ലം ചെയ്യാം, നമുക്കിനി സാധാരണ ചെയ്യുന്ന പോലെ ആ പ്രോബ്ലം ചെയ്യാം. ഓപ്ഷൻസ് വെച്ചിട്ട് വല്ല എഴുതാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്തതാണ്. നോക്കി സം ഓഫ് ദ നമ്പേഴ്സ് 8ഉം ഡിഫറൻസ് 3യും കിട്ടണം. ഈ റേഷ്യോ അനുസരിച്ച് സം 16 കിട്ടും, അത് 8ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോൾ 6 കിട്ടും. 16/6 ദാറ്റ് ഇസ് 8/3. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇത് 12 7 19 ആണ്, 12 7 5 ആണ്. അപ്പൊ ഇത് കറക്റ്റ് അല്ല. അപ്പൊ അങ്ങനെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, 11 + 5 16 ആണ്, 11 - 5 6 ആണ്, ദാറ്റ് ഇസ് 8:3 അല്ലേ റേഷ്യോ. അപ്പൊ ആ റേഷ്യോ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി നോർമലി ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് കൂടെ പറയാം. ഓക്കെ, ഓപ്ഷനിലും ചെയ്യുന്നത് മനസ്സിലായല്ലോ അല്ലെ? അതാണ് ഏറ്റവും ബെസ്റ്റ്. ഓപ്ഷനിൽ നിന്ന് എപ്പോഴും ചെയ്യാനായിട്ടൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ പ്രോബ്ലംസ് ഒക്കെ. ഓക്കെ, നമുക്ക് ഇനി നോർമൽ മെത്തേഡ് ചെയ്യാം. രണ്ട് നമ്പേഴ്സിന്റെ സം x + y, രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് x - y, ഇത് തമ്മിലുള്ള റേഷ്യോ 8/3 ആണ് അല്ലെ? രണ്ടെണ്ണം ആഡ് ചെയ്യുന്നതും രണ്ടെണ്ണം സബ്ട്രാക്ട് ചെയ്യുന്നതും തമ്മിലുള്ള റേഷ്യോ 8:3 അല്ലെങ്കിൽ 8/3. a/b is nothing but a/b. ഓക്കെ, 8:3 എന്ന് പറഞ്ഞാൽ 8/3 എന്നാണ്. ഓക്കെ, ഒന്ന് ക്രോസ് എടുത്ത് നോക്കേ. 3x + 3y അല്ലെ? 3 കൊണ്ട് x-നെയും മൾട്ടിപ്ലൈ ചെയ്യണം, y-നെയും മൾട്ടിപ്ലൈ ചെയ്യണം, ഇസ് ഈക്വൽ ടു ഇത് ക്രോസ് എടുത്ത് നോക്കേ 8x - 8y. സോ നമുക്ക് എത്ര കിട്ടും? 8x എന്ന് 3x പോയാൽ 5x എന്ന് കിട്ടും. 8y-യും 3y-യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 11y. കണ്ടോ? നോക്കേ, അപ്പം y റേഷ്യോ നോക്കാം. x/y is equal to 11/5. സോ x ആണ് ലാർജർ നമ്പർ, y ആണ് സ്മോളർ നമ്പർ. 11:5 ആണ് കറക്റ്റ് ആൻസർ. ഇൻ കേസ് നിങ്ങൾ ചെയ്യുമ്പോൾ 5:11 വന്നാലും നിങ്ങൾ ആലോചിക്കാം. അപ്പൊ ചെറിയ നമ്പറും വലിയ നമ്പറും നമ്മുടെ റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ തിരിച്ചിട്ടിട്ട് അത് വലിയ നമ്പർ ടു ചെറിയ നമ്പർ എന്നുള്ള ഫോമിലോട്ട് മാറ്റണം കേട്ടോ. ഇതാണ് നോർമലി നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. X and Y have their monthly incomes in the ratio 9:7. While their monthly expenditures are in the ratio 5:3. If they have saved rupees 16,000 and rupees 14,000 monthly respectively, then the difference in their monthly incomes is. നമുക്കറിയാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം റിലേറ്റഡ് ആയിട്ട് ഇൻകം ഈസ് ഈക്വൽ ടു expenditure plus saving. Income is equal to expenditure plus savings ആയിരിക്കും. ഇൻകം എന്ന് പറയുന്നത് expenditure plus saving. ഓക്കെ, ഇത് റേഷ്യോ മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത്. അതല്ല ഇക്വേഷൻ മെത്തേഡ് ഒന്നുമല്ല നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. റേഷ്യോ മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത്. ഇൻകത്തിന്റെ റേഷ്യോ ഉണ്ട്, എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ ഉണ്ട്, സേവിങ്സ് എന്താണെന്ന് അറിയാം. എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇൻകത്തിന്റെ റേഷ്യോ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻകം രണ്ട് പേരുടെ ഇൻകത്തിന്റെ റേഷ്യോ 9:7 ആണ്. രണ്ട് പേരുടെ ഇൻകത്തിന്റെ റേഷ്യോ 9:7 ആണ്. അടുത്ത എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ എന്താ തന്നേക്കുന്നത്? 5:3. ഒരാള് 5 ആണ് എക്സ്പെൻഡിച്ചർ എങ്കിൽ മറ്റേ ആളുടെ 3 ആണ്. ഓക്കെ, ഈ ഡിഫറൻസ് ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണല്ലോ സേവിങ്സ് എന്ന് പറയുന്നത്. ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ എങ്ങനെ തന്നിരിക്കുന്നത്? ഇത് 16K ആണെങ്കിൽ ഇത് 14K ആണ് അല്ലെ? ഇത് 16K ആണെങ്കിൽ ഇത് 14K ആണ്. 0 ഒക്കെ ഇട്ട് ടൈം പോവാതിരിക്കാനാണ് K എന്നിടുന്നത്. 16,000 പകരം 16K എന്നിട്ട് കുഴപ്പമില്ലല്ലോ. ഓക്കെ ആണേ? ഇത്രയും ക്ലിയർ ആണേ? ഇത്രയും ക്ലിയർ ആണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഈ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാ ചെയ്യുന്നത്? റേഷ്യോ മെത്തേഡില്. ഇത് നമ്മളെ മൾട്ടിപ്ലൈ ചെയ്യണം 27. ഇത് നമ്മളെ മൾട്ടിപ്ലൈ ചെയ്യണം 35. ഡിഫറൻസ് എടുക്കണം. 5 × 7 35, 9 × 3 27 അല്ലെ? 35ഉം 27ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം. എത്ര കിട്ടും? 9 × 3 7 × 5 ഡിഫറൻസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 35 - 27 നമുക്ക് 8 എന്ന് കിട്ടും. ആ 8 ആണ് നിൽക്കട്ടെ. 8 എന്നിട്ട് 8ന്റെ ഒറിജിനലിലോട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. ഇത് റേഷ്യോ വാല്യൂ ആണ് 8 എന്നുള്ള റേഷ്യോയുടെ ഒറിജിനൽ കണ്ടുപിടിക്കാൻ ഇതേ പരിപാടി ഇവിടെ ചെയ്യാം. ഇത് നമ്മൾ ഈ പ്രോഡക്റ്റ് എടുക്കുക, മൈനസ് ഇത് നമ്മൾ ഈ പ്രോഡക്റ്റ് എടുത്തത്. ഓക്കെ, ഡിഫറൻസ് എടുക്കണം എന്നേ ഉള്ളൂ. 14 × 5 എന്ന് പറയുമ്പോൾ 7 × 10 70K. 70K മൈനസ് 16 × 3 48 48K.
അപ്പോഴത്തേക്കും നമുക്ക് 22K എന്ന് പറയുമ്പോൾ 22,000. സോ 8 എന്ന് പറയുന്നത് 22,000 ആണ്. കെ മാറ്റി ഇനി ഞാൻ 1000 എന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിഫറൻസ് എടുക്കാം. ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷന്റെ ഡിഫറൻസ് 8 വരും. നെക്സ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷന്റെ ഡിഫറൻസ് 22,000. ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് കണ്ടുപിടിക്കേണ്ട 8ന്റെ വാല്യൂ 22,000. കണ്ടുപിടിക്കേണ്ട എന്താ? ഡിഫറൻസ് ഇൻ ദർ മന്ത്ലി ഇൻകംസ്. ഡിഫറൻസ് ഇൻ ദർ മന്ത്ലി ഇൻകംസ് 9ന്റെയും 7ന്റെയും ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 9ന്റെയും 7ന്റെയും ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് 2ന്റെ ഒറിജിനൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. സോ ഇവിടെ ഡിവൈഡഡ് ബൈ 4 അല്ലേ ചെയ്ത്, 8/4 അല്ലേ 2. സോ ഇവിടെയും ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. 22,000നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 × 4 20, then 5 × 4 20, ബാക്കി 2 0, 5,500 ആണ് ആൻസർ. ഉണ്ട് ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ എ ആണ് ആൻസർ, 5,500. ക്ലിയർ ആണോ? അപ്പൊ കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ. അപ്പൊ RRB ഗ്രൂപ്പ് ഡിയുടെ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നവംബറിലാണ് എക്സാം. ഓൺലൈൻ ലൈവ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളും ചാപ്റ്റർ ബേസ്ഡുള്ള ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഡിസ്കഷൻ സെഷൻസ് അവൈലബിൾ ആയിരിക്കും. സോ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വളരെ കുറച്ച് ടൈം ഉണ്ട്. മാത്രമല്ല നമ്മുടെ ഫീസ് ആണ് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ക്ലാസ് എടുത്തിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ലൈവ് ക്ലാസ്സുകൾ കറക്റ്റ് ആയിട്ട് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ കോൾ ചെയ്യാനുള്ള നമ്പർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. 1,500 മാത്രമാണ് ഫീസ് വരുന്നത്. പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. അതുപോലെ നമുക്ക് ഓഫ്ലൈൻ കോഴ്സുകളുണ്ട്. റെയിൽവേയുടെയും SSCയുടെയും ബാങ്കിന്റെയും ഒക്കെ ഓഫ്ലൈൻ കോഴ്സുകളുണ്ട്. നമുക്ക് കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ഈ ബ്രാഞ്ചസിലാണ് നമുക്ക് ഇതിന്റെയൊക്കെ ഓഫ്ലൈൻ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ദിശയുടെ ഓഫ്ലൈൻ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം എക്സാമിന് വേണ്ടിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തതിന്റെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയത് കേട്ടോ. ആ ടൈപ്പ് 2-3 നമുക്കിപ്പോ ചെയ്യാവേ. ആ ഒരു ടൈപ്പ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ്റെ എടുത്തിട്ട് ഡിഫറൻസ് എടുക്കുന്ന ടൈപ്പ്, അതുപോലെ തന്നെ അത് വേണ്ടാത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാവേ. കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും നിങ്ങൾക്ക്. എന്തായാലും ക്വസ്റ്റ്യൻ പറയുന്നത്, the salaries of A and B are in the ratio 3:4. On increasing the salaries of both A and B by 3,000, the ratio of their salaries become 18:23. Find the salary of A after the increase. ആദ്യം സാലറി എന്തായിരുന്നു? സാലറി ആദ്യം എന്തായിരുന്നു? 3:4 റേഷ്യോയിലായിരുന്നു അല്ലെ. ആദ്യം സാലറിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:4 റേഷ്യോയിലായിരുന്നു. പിന്നെ അതിനെന്ത് സംഭവിച്ചു? 3:4 എന്നുള്ളത് 18:23. എപ്പോഴും ഇത് സംഭവിച്ചത് 3,000. 2 പേർക്കും കോമൺ ആയിട്ട് 3,000 രൂപയുടെ ഇൻക്രീസ് ഉണ്ടായി. അപ്പൊ 2 പേർക്കും കോമൺ ആയിട്ട് 3,000 രൂപ ഇൻക്രീസ് ചെയ്തപ്പോ ആ ഒരു റേഷ്യോയിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത്? 3ഉം 4ഉം ഒരുപോലെ ഇൻക്രീസ് ആവണം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 15 കൂടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതിനേക്കാളും കൂടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു മെത്തേഡിൽ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്? മേളത്തെ ഡിഫറൻസ് എടുത്ത് താഴെയും താഴത്തെ ഡിഫറൻസ് എടുത്ത് മേളിലും എടുത്ത് എഴുതി വേണം ചെയ്യാൻ. അപ്പം സാലറി എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും സാലറിയുടെ ഇപ്പോൾ ഉള്ള റേഷ്യോ 3:4 ആണ്. സാലറി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള റേഷ്യോ 18:23 ആണ്. സോ ഈ ഡിഫറൻസ് 1 ആണ്. അതുപോലെ ഈ ഡിഫറൻസ് 5 ആണ്. അപ്പൊ 5 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 1 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ മേളിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മേളിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3:5 എന്ന് പറയുന്നത് 15:20 ആവും. അതുപോലെ താഴെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18:23. നോക്കി ഇവിടെയും 3 അല്ലേ കൂടിയ. 15 രൂപ സാലറി 18 രൂപയെന്ന് വെച്ചാൽ 3 അല്ലേ കൂടിയേ. 20 23 ആയെന്ന് പറഞ്ഞാൽ 3 അല്ലേ കൂടിയേ. സോ 3 അല്ല 3K, 3,000 ആണ് കൂടിയത്. 3K ആണ് കൂടിയത്. അങ്ങനെയാണ് സാലറി ഓഫ് എ ആഫ്റ്റർ ഇൻക്രീസ്. സാലറി ഓഫ് എ ആഫ്റ്റർ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ 18ന്റെ ഒറിജിനലാണ് കണ്ടുപിടിക്കേണ്ടത്. സാലറി ആദ്യം 15 ആയിരുന്നു, പിന്നെ 18 ആയി. സോ 18ന്റെ ഒറിജിനൽ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. 3 18 ആവാനായിട്ട് 6 ഇൻറ്റു 6 അപ്പൊ ഇതിനെ ഇൻറ്റു 6 അങ്ങ് ചെയ്താൽ മതി. സോ 18K, 18,000. ഓപ്ഷൻ ഡി 18,000. എല്ലാവർക്കും കിട്ടിയല്ലോ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. താഴത്തെ ഡിഫറൻസ് എടുത്ത് മേളിൽ മൾട്ടിപ്ലൈ, മേളത്തെ ഡിഫറൻസ് എടുത്ത് താഴെ മൾട്ടിപ്ലൈ. കാരണം രണ്ടിടത്ത് സെയിം, ലെഫ്റ്റിലും റൈറ്റിലും 3,000 കൂടി. അപ്പൊ രണ്ടും സെയിം ആണെങ്കിൽ താഴത്തെ ഡിഫറൻസ് എടുത്ത് മേളിലും മേളത്തെ ഡിഫറൻസ് എടുത്ത് താഴെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും.
നേരത്തെ ക്വസ്റ്റൻ എന്തായിരുന്നു പ്രശ്നം? ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സിൽ ഡിഫറെന്റ് സേവിങ്സ് ആയിരുന്നു. ഒരാൾ 16K, ഒരാൾ 14K. ആ ഡിഫറൻസ് ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് നല്ലത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റൻ ഓക്കെ, ഇതൊരു നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഗ്രൂപ്പ് ഡിക്ക് പ്രീവിയസ് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ്. ഒന്ന് ട്രൈ ചെയ്തേ. Two numbers are in the ratio 2:7. If the first number is increased by 14 and the second number is decreased by 7, then the ratio becomes 4:3. നോക്കാം, two numbers ഏത് റേഷ്യോയിലാണ്? 2:7 റേഷ്യോയിലാണ്. ഫസ്റ്റ് നമ്പർ എന്ത് ചെയ്തു? ഇൻക്രീസ്ഡ് ബൈ 14 കൂടിയും ചെയ്തു. സെക്കൻഡ് നമ്പർ എന്ത് ചെയ്തു? ഡിക്രീസ്ഡ് ബൈ 6. അപ്പൊ ആ റേഷ്യോ എന്തായി? 4:3. അപ്പൊ നമ്മൾ നേരത്തെ ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സ് ആ ഡിഫറൻസ് അല്ലേ നമ്മൾ ഇവിടെ എഴുതിയിട്ട് ആ ഒരു പ്രോബ്ലം ഇങ്ങനെ ക്രോസ് ചെയ്ത് അതേപോലെ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ആ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ടു നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 2:7 അല്ലായിരുന്നോ? രണ്ട് നമ്പേഴ്സ് 2:7 റേഷ്യോസ് ആയിരുന്നു അല്ലെ? ടു നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 2:7. If the first number is increased by 14 and the second number is decreased by 6, then the ratio becomes 4:3. Ratio എന്തായി? 4:3 ആയി. What is the sum of the original two numbers? Okay, അപ്പോൾ ഫസ്റ്റ് നമ്പറിന് എന്താ സംഭവിച്ചത്? ഫസ്റ്റ് നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 14. ഫസ്റ്റ് നമ്പർ ഇൻക്രീസ്ഡ് ബൈ 14 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ -14 കുറഞ്ഞു എന്ന് പറയാം. കുറഞ്ഞ ഡേറ്റ വേണം താഴെ എഴുതാൻ. അപ്പോഴാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം. നമ്മൾ അങ്ങനെയല്ലേ, ഇൻകം, എക്സ്പെൻഡിച്ചർ അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പം ആദ്യത്തെ നമ്പറിൽ നിന്ന് രണ്ടാമത്തെ നമ്പർ കുറയ്ക്കുമ്പോൾ -14. കാരണം 14 കൂടി എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്പറിൽ നിന്ന് സെക്കൻഡ് നമ്പർ കുറയ്ക്കുമ്പോൾ 14 മൈനസ് ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ആയി അല്ലെ? 7 നിന്ന് 3 വരുമ്പോൾ 6 കുറയണം. ഈ ഒരു ഫോമിലോട്ട് മാറ്റണം. സോ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി ക്രോസ് ചെയ്യാം. അപ്പം ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഫോമില് ഫസ്റ്റ് നമ്പറിൽ നിന്ന് 14 കൂട്ടി എന്ന് പറയുമ്പോൾ സെക്കൻഡ് നമ്പർ വലുതാണ്. സോ അതുകൊണ്ടാണ് മൈനസ് കൊടുത്തത് കേട്ടോ. മൈനസ് കൊടുത്തത് അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്പറിനേക്കാൾ ചെറുതാണ് സെക്കൻഡ് നമ്പർ. ഫസ്റ്റ് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ -14. ഇവിടെ 6 കുറവാണ്, അതുകൊണ്ട് 6 കുറവാണ്. ഇതുപോലെ എഴുതി. ഇനി എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. കഴിഞ്ഞു, നമ്മുടെ പ്രോബ്ലം സോൾവ് ആയി കഴിഞ്ഞു. കിട്ടിയോ ആൻസർ? സോ ഇത് ക്രോസ് ചെയ്യുമ്പോൾ 3 into 2 6, 7 into 4 28. 28ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് കറക്റ്റ് അല്ലേ? 2:7 4:3 അല്ല? ഓക്കെ, 6ഉം 28ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 22. സോ 22 എഴുതി. ഇനി കണക്ട് ചെയ്യേണ്ട വാല്യൂ കൂടെ വേണം. ഈ മൾട്ടിപ്ലിക്കേഷൻ 24 ആണ്. ഈ മൾട്ടിപ്ലിക്കേഷൻ 14 into 3 എത്ര വരും? 52 അല്ലെ? So 14 into 3 42. ഓക്കെ, 42 വരുന്നു. ഇനി എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ 22 എന്ന് പറഞ്ഞ റേഷ്യോക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഒറിജിനൽ വാല്യൂ വേണം. അതിൽ 4 into 6 24 ആണ്. 14 into 3 42 ആണ്. ഓക്കെ, അപ്പൊ 22ന്റെ ഇക്വലന്റ് ആയിട്ടുള്ള റേഷ്യോ നമുക്ക് കിട്ടും 42. ഇത് 24. സോ 6 into 4 24 മൈനസ് 14 into 3 എന്ന് പറയുന്നത് -42 ആണ് അല്ലെ? സോ ഈ മൈനസും മൈനസും കൂടെ ചേരുമ്പോൾ 24 plus 42 that is 66 കിട്ടും അല്ലെ? സോ 22ന്റെ ഒറിജിനൽ വാല്യൂ ആണ് 66. ദാറ്റ് ഈസ് 22 into 3 ആണ് 66. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ? വാട്ട് ഈസ് ദ സം ഓഫ് ദ ഒറിജിനൽ ടു നമ്പേഴ്സ്? സം ഓഫ് ദ ഒറിജിനൽ ടു നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2ന്റെയും 7ന്റെയും സം. 2ഉം 7ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 9 ആണ്. സോ 9ന്റെ ഒറിജിനൽ ആണ് നമുക്ക് വേണ്ടത്. 9 into 3 18 വരും. 9 into 3 18. ഓക്കെ അല്ലേ? സോറി, 9 into 3 27 ആണ്. 18 അല്ല 27. ഓക്കെ അല്ലേ? 18 അല്ല 27 ആണ് ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ ഇതായിരിക്കും ഒറിജിനൽ വാല്യൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് കാണിച്ചില്ല. അതായത് ആ റേഷ്യോസ് എല്ലാം into 3 ചെയ്താൽ നമുക്ക് അതിന്റെ എല്ലാം ഒറിജിനൽ കിട്ടും. അപ്പൊ 2:7 എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ 6ഉം 21 ആണ്.
അപ്പൊ ഇതിന്റെ കൂടെ 14 കൂട്ടുമ്പോ 20 ആവും. ഇതിന്റെ കൂടെ 6 കുറയ്ക്കുമ്പോൾ 15 ആവും. സോ 20:15 എന്ന് പറഞ്ഞാൽ 4:3. കറക്റ്റ് ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. അതായത് ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 2:7 ആണ്. 2:2 7 തമ്മിലുള്ള സം ആവേണ്ട, 9ന്റെ ഒറിജിനൽ ആവേണ്ട. അപ്പൊ ഇതെല്ലാം 9ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ, എല്ലാം 9ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 9ന്റെ മൾട്ടിപ്പിൾസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് 9 into 5 ആയിരുന്നെങ്കിൽ 45 ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് 10 വരും, ഇവിടെ നമുക്ക് 35 വരും. സോ 10 നിന്ന് 14 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ക്വസ്റ്റ്യൻ 45 അല്ല. ദെൻ 36 ആണ് വരുന്നെങ്കിൽ 2ഉം 7ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 9 ആണ്. 9 into 4 ആണ് 36. അപ്പൊ 7 into 4 28 വരും. 2 into 4 8 വരും. ഓക്കെ, അപ്പൊ അതും കറക്റ്റ് അല്ല. ഇനി അടുത്ത 2:7 എന്താണ്? 9 എന്ന് പറയുന്നത് 18 ആണെന്ന് പറയുവാണെങ്കിൽ ഇവിടെ 14 വരും. ഇവിടെ നമുക്ക് എന്ത് വരും? ഇവിടെ നമുക്ക് 28 കുറച്ച് നോക്കാറുണ്ട് അല്ലെ. 28 - 6 22 വരും. 14ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 22 വരും. സോ ഇത് 22, ഇത് 22, സെയിം റേഷ്യോ വരും. ഇവിടെ നമ്മൾ 14 ആഡ് ചെയ്തപ്പോൾ എത്രയാണ്? 24ഉം ഇവിടെ 6 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 29. അതൊരിക്കലും എന്ത് റേഷ്യോ വരത്തില്ല? 4:3 റേഷ്യോ വരത്തില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ആ റേഷ്യോ വരുന്നോ എന്ന് നോക്കി ഓപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്യാനും പറ്റും കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഈ മെത്തേഡ് പരിചയം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ റേഷ്യോയിൽ നിന്ന് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. ചെയ്ത് നോക്കണം. റേഷ്യോ ഒന്ന് സോൾവ് ചെയ്ത് ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If A is to B is equal to 7:9, B is to C is equal to 15:7, then A is to B is to C ആണ് കണ്ടുപിടിക്കുന്നത്. A is to B 7:9 ആണ്. B is to C 15:7 ആണ്. അങ്ങനെയാണെങ്കിൽ A is to B is to C. ഡയറക്റ്റ് ഇതുപോലെ A is to B is to C കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെത്തേഡ് വേണ്ട, ഓപ്ഷനിൽ നിന്ന് ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഈ A is to B is to C, B is to C നോക്കേ, C 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലെ. എനിക്ക് തോന്നുന്നു C 7ന്റെ മൾട്ടിപ്പിൾ അല്ലാത്ത ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ കട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ആൻസറിൽ എത്താൻ പറ്റും. A എന്തായിരിക്കണം? 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. B 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതുപോലെ B ഒരു 15ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതുപോലെ C ഒരു 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. നോക്കേ 25 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അപ്പൊ ഇവിടെ C 7ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ ഓപ്ഷൻ A ക്യാൻസൽ ചെയ്തു. ഇവിടെ C 21, ഇവിടെ C നോക്കേ 45 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. സോ അപ്പൊ ഈ ഓപ്ഷനും ക്യാൻസൽ ആയി. കാരണം ഇത് 45 7ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ഓപ്ഷൻ എയും ഓപ്ഷൻ സി അവിടെ തന്നെ ക്യാൻസൽ ആയി. അതുപോലെ ഓപ്ഷൻ എയിൽ നോക്കുമ്പോൾ A 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. A 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 45 7ന്റെ മൾട്ടിപ്പിൾ അല്ല. 45 7ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓപ്ഷൻ ഡി ക്യാൻസൽ ആയി. അപ്പൊ ഈ ആൻസർ ആയിരിക്കും കറക്റ്റ്. 35:45:21. ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. A 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. യെസ്, A 7ന്റെ മൾട്ടിപ്പിൾ ആണ്. B 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 15ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. B 9ന്റെ മൾട്ടിപ്പിൾ ആണ്. 15ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അതും കറക്റ്റ് ആയി. അതുപോലെ C 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. C 7ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അല്ലെങ്കിൽ നമ്മൾ ഇത് എങ്ങനെയാ ചെയ്യുന്നത്? ABC എന്ന് എഴുതും. 7 9 9 15 7 15 ഒന്നുകൂടെ എഴുതും. ഇങ്ങനെ വരച്ചിട്ട് കോമൺ ഉള്ളത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 ഇവിടെ 3 ഇവിടെ 3. ഓക്കെ അല്ലേ? സോറി, ഇവിടെ 5. 3കളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഓരോ 3 കട്ട് ചെയ്തു. ഇവിടെ ബാക്കി 35, ഇവിടെ 45, ഇവിടെ 21. ഇതാണ് നമ്മുടെ നോർമൽ മെത്തേഡ്. ഓപ്ഷനിൽ നിന്നും പോവാം. നോർമലി ചെയ്യാനും ഒരുപാട് ടൈം എടുക്കില്ല. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഓക്കെ ആണല്ലോ? റിവിഷൻ ആണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോണത്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ ഒരു സീരീസിന്റെ ഉദ്ദേശം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If 144 is to B proportional to B is to 36 and B greater than 0, find the value of B. നിങ്ങൾക്ക് അറിയാലോ, മീൻ പ്രപ്പോർഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാലും ഇതേ സെയിം സംഭവമാണ് എഴുതേണ്ട അല്ലെ. മീൻ പ്രപ്പോർഷൻ ഓഫ് 144 and 36. മീൻ പ്രപ്പോർഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണ്. 144ന്റെയും 36ന്റെയും മീൻ പ്രപ്പോർഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാലും ഇതേ ഐഡിയ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ മീൻ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ √AB അല്ലേ. √of 144 into
36 അങ്ങ് ചെയ്താൽ മതി, ആൻസർ കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യേണ്ട, 144ഉം 36ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് റൂട്ട് ചെയ്യാൻ നിൽക്കേണ്ട. 144ന്റെ റൂട്ട് അറിയാലോ 12 ആണ്, 36ന്റെ റൂട്ട് അറിയാലോ 6 ആണ്. സോ 12 into 6 ചെയ്താൽ മതി 72. സോ A is to B proportional to C is to D എന്ന് പറഞ്ഞാൽ A by B is equal to C by D എന്നാണ്. That is A into D is equal to B into C. End termsന്റെ പ്രോഡക്റ്റും മിഡിൽ ടേംസിന്റെ പ്രോഡക്റ്റും ഈക്വൽ ആയിരിക്കും. That is ഇവിടെ 144 into 36 is equal to B square എന്ന് വരും. So B square is equal to ആണ് 144 into 36. അപ്പൊ B കണ്ടുപിടിക്കാനായിട്ട് 144ന്റെ സ്ക്വയർ റൂട്ട് 12, 36ന്റെ സ്ക്വയർ റൂട്ട് 6. So answer 72. ക്ലിയർ ആണല്ലോ. അപ്പൊ മെയിൻ പ്രൊപ്പോർഷൻ, ഇനി തേർഡ് പ്രൊപ്പോർഷൻ, ഫോർത്ത് പ്രൊപ്പോർഷൻ ഒക്കെ അറിയാലോ. A B C തന്നിട്ട് ഫോർത്ത് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ബി സി ബൈ എ ചെയ്താൽ മതി, ബി സി ബൈ എ ചെയ്താൽ മതി. ബി ഇൻറ്റു സി ബൈ എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് പ്രൊപ്പോർഷൻ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If 49 is to x proportional to x is to 81 and 64 is to y proportional to y is to 169, where x and y are both natural numbers, then find the value of 2x plus 3y. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. (49 is to x proportional to x is to 81). So അതിൽ നിന്ന് നമുക്ക് x square is equal to 49 into 81 എന്ന് എഴുതാം. x square 49 into 81 ആണെങ്കിൽ x എന്ത് വരും? 49ന്റെ സ്ക്വയർ റൂട്ട് 7 ആണ്, 81ന്റെ സ്ക്വയർ റൂട്ട് 9 ആണ്. സോ x is equal to 63 എന്ന് വരും. ഫസ്റ്റ് കേസ് ഓക്കെ ആണോ? x square is equal to 49 into 81 എന്ന് വരും. So x is equal to 7 into 9, 63. ഇനി ഇവിടെ അതുപോലെ തന്നെ മിഡിൽ ടേംസിന്റെ പ്രോഡക്റ്റ് എടുത്ത് നോക്കേ. മിഡിൽ ടേംസിന്റെ പ്രോഡക്റ്റ് എന്ത് വരും? y സ്ക്വയർ. എൻഡ് ടേംസിന്റെ പ്രോഡക്റ്റ് എന്ത് വരും? 64 into 169. 64 into 169. So y is equal to 64ന്റെ സ്ക്വയർ റൂട്ട് 8 ആണ്, 169ന്റെ സ്ക്വയർ റൂട്ട് 13 ആണ്. So 8 into 13 വരും. 8 into 13 എന്ത് വരും? 8 into 3 24, 1 into 8 8 plus 2 10, 104. അപ്പൊ എക്സിന്റെ വാല്യൂ 63, വൈയുടെ വാല്യൂ 104 കിട്ടി. ചോദ്യം 2x plus 3y ആണ്. 2x plus 3y is equal to 2 into 63 plus 3 into 104 എന്ന് വരും. ഇവിടെ നമുക്ക് 126 കിട്ടും അല്ലെ. ഇവിടെ നമുക്ക് 312 കിട്ടും. ആഡ് ചെയ്യുമ്പം 8 3 438. ക്ലിയർ ആണോ? കിട്ടിയാലോ? 438 എല്ലാവർക്കും കിട്ടിയല്ലോ. അപ്പം ചെറുതായിട്ട് എക്സും വൈയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള മെത്തേഡ് ആയിരുന്നു. മീൻ പ്രൊപ്പോർഷന്റെ മോഡൽ ആയിരുന്നു ക്വസ്റ്റ്യൻ. വേറെ ഒന്നുമില്ല, ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ അല്ലെ. If 2x plus 7y is to 4x minus 3y proportional to 8 is to 3, then find the value of xy. xy അല്ല കേട്ടോ, ഓപ്ഷൻ x is to y അല്ലേ. Find the value of x is to y. If 2x plus 7y is to 4x minus 3y is proportional to 8 is to 3, then find the value of x is to y. എങ്ങനെ ചെയ്യാൻ പറ്റും? Two x plus 7y divided by 4x minus 3y is equal to a by b is equal to 8 by 3 എന്ന് എഴുതാം അല്ലെ. ഇങ്ങനെയാണ് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നത്. 2x plus 7y divided by 4x minus 3y is equal to, പ്രൊപ്പോർഷണാലിറ്റി മാറ്റി is equal to കൊടുക്കുമ്പോൾ റേഷ്യോ മാറ്റി ഫ്രാക്ഷൻ ആക്കണം, 8 by 3. ഇനി ക്രോസ് എടുത്ത് നോക്കേ. 3 കൊണ്ട് ഇവിടെ എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. 3 into 2x 6x, 3 into 7y 21y is equal to
8 കൊണ്ട് ഈ ടേംസിനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. 8 into 4 32x, 8 into 3 24y. ഇനി നമുക്ക് സോൾവ് ചെയ്യുമ്പം 66x അല്ലെ, 21y പ്ലസ് 24y എന്ന് പറയുന്നത് 45y എന്ന് വരും. 32x മൈനസ് x എന്ന് പറയുന്നത് 26x എന്ന് വരും. ഓക്കെ, 45y is equal to 26x എന്ന് വരും. Find the value of x by y ആണ്. x by y is equal to 45 by 26. So x is to y is equal to കട്ട് ചെയ്യാനൊന്നുമില്ല, 45 is to 26 എന്ന് തന്നെ എഴുതണം. So answer yes, 45 is to 26. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A sum of money is distributed among 4 persons A, B, C and D in the ratio Aയും Bയും Cയും Dയും കൂടെ ഒരു സം ഓഫ് മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത റേഷ്യോ 4:7:9:3 ആണ്. If C gets rupees 800 more than B, Cക്ക് B യേക്കാൾ 800 അധികം കിട്ടി. അപ്പൊ C മൈനസ് B എന്ന് പറയുന്നത് ഒറിജിനലി 800 ആണ്, പക്ഷെ ഇവിടെ 7ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ് അല്ലെ. റേഷ്യോയിൽ അത് C മൈനസ് ബി 9 മൈനസ് 7 ആണ് വരുന്നത്. ദാറ്റ് ഇസ് 2. സോ 2ന്റെ വാല്യൂ ആണ് 800. ഫൈൻഡ് ദ എമൗണ്ട് ദാറ്റ് D gets. Dക്ക് കിട്ടുന്ന എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഇൻറ്റു 400 ആണ്. സോ ഇവിടെ ഇൻറ്റു 400 ചെയ്താൽ മതി. ആൻസർ 1200. ഓക്കെ ആണല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If A by B is equal to 4/3, find 3A plus 2B and 3A plus 2B is equal to 24, then find the value of A. A യുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. A by B is equal to എന്ത് തന്നിട്ടുണ്ട്? 4/3 തന്നിട്ടുണ്ട്. സോ Aക്ക് 4x എന്ന് കൊടുക്കുകയാണെങ്കിൽ Bക്ക് എന്ത് കൊടുക്കാം? 3x എന്ന് കൊടുക്കാം. അങ്ങനെയാണ് 3A plus 2B is equal to 24 എങ്ങനെ വരും? 3A plus 2B is equal to 24 എന്നുള്ളത് 3 into 4x plus 2 into 3x is equal to 24 എന്ന് എഴുതാം. ഇവിടെ 12x plus 6x is equal to 24 എന്ന് വരും. 18x is equal to 24 എന്ന് വരും. x is equal to 24/8. 6 കൊണ്ട് കട്ട് ചെയ്ത് 4. സോ എക്സ് 4/3 എന്ന് കിട്ടി. കണ്ടുപിടിക്കേണ്ട എയുടെ വാല്യൂ എയുടെ വാല്യൂ നമ്മൾ 4x എന്ന് കൊടുത്താൽ ചെയ്ത് തുടങ്ങി. സോ 4 into എക്സിന് പകരം 4/3 കൊടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടും? 16/3. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പെട്ടെന്ന് ചെയ്തു പോകണം എന്നേ ഉള്ളൂ. സമയം ഒരുപാട് എടുക്കരുത്, ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യാതെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നേ ഉള്ളൂ. ഇതൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ താങ്ക് യു. നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഏജസ് എന്ന് പറഞ്ഞ ടോപ്പിക്സിലെ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്ത് നോക്കി. ഓക്കെ, പല ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം പ്രാക്ടീസ് ചെയ്യാൻ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ, ഇനിയും ക്വസ്റ്റ്യൻസ് റഫർ ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.